നമസ്കാരം. ഇന്ത്യയുടെ ഡെങ് സിയാവോപിങ് ആകാമായിരുന്ന ഒരാളാണ് ഇക്കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞത്. ഇന്നത്തെ സ്റ്റേറ്റ് കമന്ററി ആരംഭിക്കുന്നു. മരണശേഷം മഹാന്മാരാക്കുന്ന പ്രക്രിയ സെയിലിംഗ് കമന്ററിക്കില്ല. മരിച്ചു കഴിഞ്ഞാലും ചെയ്ത കൃത്യങ്ങളുടെ പേരിൽ വിചാരണ ചെയ്യപ്പെടേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് തുടരണം എന്നാണ് സെയിലിംഗ് കമന്ററിയുടെ നിലപാട്. ഇന്നലത്തെ സെയിലിംഗ് കമന്ററിക്ക് 2 പ്രതികരണങ്ങൾ വന്നിരുന്നു. അതിനു മുമ്പ് തന്നെ ഇന്ന് അവതരിപ്പിക്കേണ്ട സ്റ്റോറിയും തീരുമാനിച്ചിരുന്നു. ജോസഫ് എം എ ആണ് എഴുതുന്നത്. വി അഡ്മയർ സർ റോബർട്ട് ബ്രിസ്റ്റോ ആൻഡ് കൊച്ചി പോർട്ട്, ബട്ട് വെള്ളാർപാടം ടെർമിനൽ ഈസ് അൺനെസസറി കൺസിഡറിങ് ദ പോസിബിലിറ്റീസ് ഓഫ് വിഴിഞ്ഞം. അതിന് തൊട്ട് ഒരു മറുപടി സയൻറ്റിഫിക്, പേരറിയില്ല, സയൻറ്റിസ്റ്റ് ആണോ എന്നറിയില്ല. ഓൾ നോ ഇറ്റ്സ് എ പോർട്ട് പ്രപ്പോസ്ഡ് just to destroy Vizhinjam prospect during Congress rule. ഇത് രണ്ടും ശരിയാണ്. ഈ 2 കത്തുകളും പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ കുറച്ചൊക്കെ ഇത്തരം കാര്യങ്ങളിൽ കുറേയൊക്കെ കൂടുതൽ ഇടപെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ തുറമുഖത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വല്ലാർപാടത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ്, ഏത് ഘട്ടത്തിലാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ നേരിട്ടുള്ള ചില അറിവുള്ള ആളാണ് അവതാരകൻ. അതുകൊണ്ട് തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണം നമ്മളെ വിട്ടുപിരിയുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് വല്ലാതെ ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു, ഒരു പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് അദ്ദേഹത്തോടൊപ്പം കുറച്ചു നാൾ പ്രവർത്തിച്ച TN നൈനാൻ, പ്രശസ്ത മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ഒരു ഒബിറ്റ് അനുസ്മരണം എഴുതിയ കൂട്ടത്തിൽ 2-3 കാര്യങ്ങൾ വായിച്ചപ്പോൾ പ്രേക്ഷകരോട് അത് പറയണമെന്ന് തോന്നി. Manmohan Singh told me he had no political ambitions. As Prime Minister, he was not in full control. എന്താണ് ഒരു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹം. അവിചാരിതമായി പ്രധാനമന്ത്രി ആയ ആളാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പരിമിതികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്കത്തരം നാൾവഴികൾ കൃത്യമായിട്ടും അറിയില്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ TN നൈനാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. Singh got more criticism than he perhaps deserved for some of the things that happened under his prime ministership. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പലതവണ സെയിലിംഗ് കമന്ററി ചൂണ്ടിക്കാണിച്ചതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് തുടങ്ങുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത വല്ലാർപാടം പ്രോജക്റ്റ്. അദ്ദേഹത്തെ പോലൊരാൾ എന്തുകൊണ്ട് അത്തരമൊരു തീരുമാനമെടുത്തു എന്ന് ഇപ്പോൾ അങ്ങനെ സംശയം തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം എടുത്തതിന് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗ് ലോകപ്രശസ്തനാണ്. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല ഭരണമേഖലയിലും ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചയാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ലോകം ആദരിക്കുന്നുണ്ട്. ഹിസ് 1962 doctoral thesis under the supervision of Ian Little was titled India's Export Performance 1951-1960 Export Prospects and Policy Implications, and was later the basis for his book India's Export Trends and Prospects for Self-Sustained Growth. 1962 ഡോക്ടറേറ്റ്, 51 മുതൽ 60 വരെയുള്ള ഇന്ത്യയുടെ എക്സ്പോർട്ട് പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ കടലും കയറ്റുമതിയും കപ്പലുകളും ഒക്കെയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ തീസിസ്. വളരെ ആഴത്തിലുള്ള പഠനം നടത്തിയ ആളാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം വല്ലാർപാടം പോലുള്ള ഒരു പ്രോജക്റ്റ്, വിഴിഞ്ഞത്തിൻ്റെ ഡിമാൻഡ് ഉയരുന്ന സമയത്ത് തന്നെ വല്ലാർപാടത്തിന് അനുമതി നൽകുകയും
വല്ലാർപാടം ഏഷ്യയുടെ ഗേറ്റ് വേ ആവുകയും ഒക്കെ ചെയ്യും എന്ന് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയെക്കുറിച്ച് ശ്രീ ടി എൻ നയനാൻ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. He had been dealt a very difficult hand, a rickety coalition, government in which every coalition partner did what it wanted. വാസ്തവത്തിൽ അതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രിമാർ, ഓരോ പ്രാദേശിക കക്ഷികൾ അവർക്ക് വേണ്ടതൊക്കെ അവർ ചെയ്തു. അങ്ങനെ അവർക്ക് വേണ്ടതായിരുന്നു വല്ലാർപാടം വിഴിഞ്ഞം വരാതിരിക്കുവാൻ. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസിലോട്ടൊക്കെ പോയാൽ മനസ്സിലാകും ഫയൽ വലിച്ചെറിഞ്ഞ മന്ത്രി ആരാണ്, വകുപ്പ് ഏതാണ്, അവരുടെ താല്പര്യം എന്തായിരുന്നു. അങ്ങനെ ഒരു കാലത്തും വിഴിഞ്ഞം വരാതിരിക്കുവാൻ നമ്മളെ ഇപ്പോൾ തിരുവനന്തപുരവും കൊച്ചിയും തമ്മിൽ ചെറുപ്പക്കാരായ കുട്ടികൾ തമ്മിൽ മത്സരിക്കുന്നത് പോലും അടിച്ച് നശിക്കണം, അവർ തമ്മിൽ അടിച്ച് നശിക്കുക എന്നുള്ള തന്ത്രമാണ് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള നയമാണ് വല്ലാർപാടം പദ്ധതി വിഴിഞ്ഞത്തെ ഇല്ലാതാക്കാൻ നടപ്പാക്കിയത്. ഇന്ന് വല്ലാർപാടത്തിൻ്റെ അവസ്ഥ എന്തായി? വിഴിഞ്ഞവും രക്ഷപ്പെട്ടില്ല, വല്ലാർപാടവും രക്ഷപ്പെട്ടില്ല. വിഴിഞ്ഞം രക്ഷപ്പെടണമെങ്കിൽ എത്ര കാലം എടുക്കേണ്ടി വരും? ഇവിടെ ഡെങ് സിയാവോപിങ് എന്ന് പറയുന്ന 1978 മുതൽ 89 വരെ 11 വർഷക്കാലം ചൈനയുടെ പ്രീമിയർ ആയിരുന്ന ഡെങ് സിയാവോപിങ്, അദ്ദേഹം തുടക്കമിട്ട പരിവർത്തനമാണ് ഇന്ന് ഷാങ്ഹായ് പോർട്ട് 5 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ചൈനയുടെ വികസനം. ഏതാണ്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്ന ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് 2 ടേം കിട്ടിയിരുന്നു. 10 വർഷം ഒരു ഭരണത്തിലുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിലെ ഡെങ് സിയാവോപിങ് ആകേണ്ടതായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. പക്ഷെ എന്തുകൊണ്ടായില്ല? അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടിരുന്നു. ആൻഡ് എ ക്യാബിനറ്റ് ഇൻ വിച്ച് മെനി മിനിസ്റ്റേഴ്സ് ഓവ്ഡ് ദെയർ ലോയൽറ്റി ടു സോണിയാഗാന്ധി. ടി എൻ നയനാൻ എഴുതുന്നതാണ്, ലോയൽറ്റി ടു സോണിയാഗാന്ധി, നോട്ട് ടു ദ പ്രൈം മിനിസ്റ്റർ. മന്ത്രിമാർ സാധാരണ പ്രധാനമന്ത്രിയോടാണ് റിപ്പോർട്ട് ചെയ്യുകയും പ്രധാനമന്ത്രിയോടാണ് അവരുടെ കടപ്പാട് കാണിക്കേണ്ടത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചായിരുന്നു, സോണിയാഗാന്ധിയോടായിരുന്നു പലർക്കും വിധേയത്വം. അപ്പോൾ ഒരു ഡ്യുവൽ ഭരണകൂടമായിരുന്നു ഡൽഹിയിൽ ആ സമയത്തുണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗാന്ധി കെപ്റ്റ് സം ഓഫ് ദ റെയിൻസ്, സോണിയാഗാന്ധിയാണ്, ഗാന്ധി കെപ്റ്റ് സം ഓഫ് ദ റെയിൻസ് ഇൻ ഹെർ ഹാൻഡ് ആൻഡ് ക്രിയേറ്റഡ് എ ഡയാക്കി. ഇതാണ് രണ്ടുപേരുടെ ഭരണം. കാര്യമായ പ്രവർത്തനങ്ങളിൽ, നയപരമായ കാര്യങ്ങളിലൊക്കെ സോണിയാഗാന്ധിക്കായിരുന്നു മേൽക്കൈ. അവര് ഡിഫാക്റ്റോ പ്രൈം മിനിസ്റ്റർ അവരെന്ന് പറയും. ഡിഫാക്റ്റോ, നിയമപരമായി ഡി ജൂറെ മൻമോഹൻ സിംഗ് ആയിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് സോണിയാഗാന്ധി ആയിരുന്നു. അങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ കോക്കസാണ്, സാറ്റലൈറ്റുകളാണ് വല്ലാർപാടത്തെ ഉയർത്തിക്കൊണ്ട് വിഴിഞ്ഞത്തെ തകർക്കുവാൻ മുന്നിൽ നിന്നത്. അവരുടെ അജണ്ട അവർ നടപ്പാക്കി. അതിൻ്റെ പ്രോജക്റ്റ് തുടങ്ങുന്ന വേളയിലും അതിൻ്റെ ഉദ്ഘാടന വേളയിലും സ്റ്റേജ് നല്ലവണ്ണം പരിശോധിച്ചാൽ മനസ്സിലാകും ആരൊക്കെയാണ് ഈ സാറ്റലൈറ്റും ഈ ഉപജാപക വൃന്ദങ്ങളുമെന്ന്. സിംഗ് വാസ് ഇൻ ഓഫീസ് ബട്ട് നോട്ട് റിയലി ഇൻ പവർ ഓർ ഫുൾ കൺട്രോൾ. ഒന്നുമില്ലാതെ ഒരു പ്രധാനമന്ത്രി പദം അലങ്കരിക്കുക എന്നത് മാത്രമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്തത്. സെയിലിംഗ് കമന്ററി പോലും പലപ്പോഴും വിമർശിച്ചിട്ടുള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ്. കാരണം അതിനപ്പുറമുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. ടി എൻ നയനാൻ്റെ ഈ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുറിപ്പ് കിട്ടിയപ്പോഴാണ് അത് ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ല, അതിനപ്പുറമുള്ള അധികാര കേന്ദ്രങ്ങളാണ് വിഴിഞ്ഞത്തെ നശിപ്പിക്കുവാനും വല്ലാർപാടത്തെ ഉയർത്താനും അതിലൂടെ മറ്റു പലരുടെയും അജണ്ടകൾ നടപ്പാക്കി കൊടുക്കാനും സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ കുൽസിത ശ്രമങ്ങളാണ് ഈ പദ്ധതി 30 വർഷത്തോളം വൈകിപ്പിച്ചതും ഇന്ത്യയിൽ ഒരു ഡെങ് സിയാവോപിങ് ഇല്ലാതെ പോയതും.